അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പലരും ആഗ്രഹിക്കാറുണ്ടല്ലേ നമ്മുടെ കിച്ചണും വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കണം എന്നൊക്കെ. നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തത് വളരെ കുറവാണല്ലേ. എന്നാൽ ഒരുപാട് കാശൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നവരുണ്ടല്ലേ. എന്നാൽ ഇതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് മീഷോയിൽ 500 രൂപയ്ക്ക് താഴെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയാക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ അവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിത് സ്റ്റാൻഡ് ഓർഗനൈസർ വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വളരെ തിന്നായിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അപ്പോൾ വൈറ്റ് കളറിലുള്ളത് കൊണ്ട് കുറച്ചുകൂടി ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ചെടികൾ വെക്കുകയല്ല വെച്ചാൽ നമുക്കിതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ചായപ്പൊടി, പഞ്ചസാര, വെല്ലപ്പൊടി, അതുപോലെ ജീരകം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഈ സ്റ്റാൻഡ് ഇങ്ങനെ വെക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് ചരിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ബാക്കി സ്ഥലങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഭരണിയാണ്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഭരണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിൽ കണ്ട പോലെ തന്നെ നല്ല ലുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ അതിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാനിത് ചെടികൾ ഇത് കാണുമ്പോൾ നമുക്ക് നല്ല റേറ്റ് ആയിരിക്കും എന്നൊക്കെ തോന്നാറുണ്ടല്ലേ. പക്ഷെ വളരെ കുറവാണ്. ആകെ കുറച്ച് മാത്രമേ വരുള്ളൂ. ഇതിലൊരു ഒരു ബോക്സിൽ ഒരു 6 എണ്ണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതുപോലെ നമ്മൾ വാഷ് ബേസിൻ്റെ മേലെ കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ബേസിനിലാണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തുണികൾ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടിഷ്യൂ വേണമെങ്കിൽ വെക്കാം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം വെള്ളം വടിക്കാൻ വേണ്ടി ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണ് വെച്ചാലും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ സ്മെല്ലൊന്നും വരില്ല. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് അപ്പോൾ ഇതും എല്ലാവരുടെ കിച്ചണിൽ മസ്റ്റായിട്ട് വേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കാം. എല്ലാം വെച്ച് നമുക്കിതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താലും മതി. നമ്മൾ എപ്പോഴും എടുക്കേണ്ട ആവശ്യം കാരണം നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉള്ളതാണ്. അപ്പോൾ ഇതിന് 3 എണ്ണത്തിനും വളരെ റേറ്റ് കമ്മിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെയാണ് ഇതിൽ കത്തിയുടെയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും വളരെ യൂസ്ഫുള്ളാണ്. നമ്മൾ കണ്ട പോലെ നല്ല മൂർച്ചയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മൂർച്ച ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ സാധനമാണെങ്കിലും നമ്മുടെ അടുക്കളയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനങ്ങളാണ്. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും വാങ്ങിക്കുക കേട്ടോ. റേറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ടോയ്ലറ്റിലും വളരെ യൂസാണ് കേട്ടോ. നമുക്ക് ബ്രഷ് പേസ്റ്റൊക്കെ വെക്കാനാണെങ്കിലും അതേപോലെ നമുക്ക് ബെഡ്റൂമിൽ ഹാങ് ചെയ്ത് വെക്കാം. അതുപോലെ കിച്ചണിലാണെങ്കിലും അതുപോലെ നമുക്ക് ഒരുപാട് യൂസാണ് കേട്ടോ ഇത്. അപ്പോൾ 3 എണ്ണത്തിനും വളരെ റേറ്റ് കമ്മിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ റേറ്റൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വെജിറ്റബിൾ ഇട്ട് വയ്ക്കുന്ന ഒരു ബാസ്ക്കറ്റ് പോലത്തെ ഉള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എയർ ഹോൾസൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും കേടുവരാതെ കുറേ കാലം നിൽക്കും കേട്ടോ. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഞാൻ എടുത്തതിന് ഏകദേശം 1000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. റേറ്റ് കമ്മിയായിട്ടുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അപ്പോൾ നിങ്ങൾ അതിൽ കയറി നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിന് ഏകദേശം ഈ ഒരു റേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചക്രം ഉള്ളത് കൊണ്ട് നമുക്കത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് മസാല ബോക്സാണ്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരെണ്ണം നമ്മളെടുത്ത് വെക്കുകയാണ് വെച്ചാൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ തുറന്നുകൊണ്ടിരിക്കാനുള്ള നേരം ഉണ്ടാവില്ല അല്ലേ. നമ്മൾ എണ്ണ അടുപ്പത്തൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളിതൊക്കെ നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ട് വെച്ചാൽ വളരെ യൂസാണ് കേട്ടോ. അപ്പോൾ ഇതിനും റേറ്റ് വളരെ കമ്മിയാണ്. അപ്പോൾ അതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള മൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സാധനം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നോക്കുക, ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് വാങ്ങിക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ചത് ഇതിൻ്റെ നട്ട്സും അതേപോലെ തന്നെ ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, മൂടിയൊക്കെ അത്യാവശ്യം നല്ലോണം ടൈറ്റായിട്ട് തന്നെ മൂടുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ്, കുഴപ്പമില്ല. അപ്പോൾ കുട്ടികൾക്ക് മിഠായിയൊക്കെ ഇട്ട് വെക്കാനാണെങ്കിലും നമുക്ക് ടേബിളിൽ കുറച്ച് ഡേറ്റ്സൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ മാത്രമേ എല്ലാവരും ഒക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ടേബിളിൽ ഇതുപോലെ വയ്ക്കാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ
അടുത്തതായിട്ട് ബാത്റൂം മിററാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ നമുക്ക് ഇതുപോലെ നമുക്ക് മിററും അതേപോലത്തെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വാഷ് ബേസിൻ ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. ടോയ്ലറ്റിൽ ടൈലുള്ളത് കാരണം നമുക്കത് ആണി അടിക്കാൻ ചെറിയൊരു പേടിയാണ്, ഇവിടെ തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രഷൊക്കെ വെക്കാനും അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിന് ഏകദേശം ഒരു 1000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കമ്മിയായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ മീഷോയിൽ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ. നമുക്ക് മൂടിയൊക്കെ നല്ല ടൈറ്റാണ്, അതുപോലെ വെക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് തന്നെ നമുക്കതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്കിതിൽ വെക്കാൻ പറ്റുന്നതുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്പേസ് ആവശ്യം വരുമല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറുതിലൊക്കെ ആക്കി വെക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനും പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് വാങ്ങിച്ചൊക്കെ നോക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വാഷ് ബേസിൻ ഏരിയയിൽ വെക്കാനുള്ള ഒരു മിററാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വലുതായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്നപ്പോൾ അത്യാവശ്യം അതിൻ്റെ സൈസ് കുറഞ്ഞു പോയി. അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് സൈസൊക്കെ നോക്കിയിട്ട് ഒന്ന് ചെയ്യുക. ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ്, ഏകദേശം 2000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കമ്മിയായിട്ടുള്ളതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യാം. അത്യാവശ്യം 2000 രൂപയുടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത സാധനം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കീ ചെയിൻ തൂക്കുകയാണെന്ന് വെച്ചാൽ നമ്മളത് മെയിനായിട്ടുള്ള സാധനമാണല്ലോ. പിന്നെ അതേപോലെ മൊബൈലും നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാനും രണ്ടും കൂടെ കിട്ടണം വെച്ചാൽ അത്രയും നല്ല അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സ്റ്റാൻഡാണ് കേട്ടോ. പക്ഷെ അത് വളരെ റേറ്റ് കമ്മിയാണ്. ഞാൻ വിചാരിച്ചു റേറ്റ് കമ്മിയായിരിക്കുന്ന സമയത്ത് ക്വാളിറ്റി കുറവായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കിട്ടിയത്. പിന്നെ അടിയിൽ കൂടെ വയർ ചാർജ് ചെയ്യാനുള്ളൊരു ഹോളും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് ചാർജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹാങ് ചെയ്ത് വെക്കേണ്ട കുറച്ച് സ്ട്രോങ് ആയി വെക്കുകയെന്ന് വെച്ചാൽ നമുക്കത് കുറച്ചൊക്കെ നിൽക്കും, കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ എല്ലാവരും ഇപ്പോൾ ഇങ്ങനത്തെ സ്പൂണുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഇതിനും അധികം റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് നോക്കുക. അപ്പോൾ ഇത് ഇതേപോലെ കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനം തന്നെയായിരുന്നു. പിന്നെ അടുത്തായിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡ് വെക്കുമ്പോൾ നമുക്ക് അടുക്കളയിൽ ഒരുപാട് സ്ഥലം നമുക്ക് നഷ്ടമാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ സ്റ്റാൻഡൊക്കെ വെക്കുക പറഞ്ഞു വെച്ചാൽ ഒരു പഴയൊരു മോഡലായി നമുക്ക് കിച്ചൺ കാണുമ്പോൾ നമുക്കൊരു മോഡൽ കിച്ചണിൻ്റെ ഒരു ഇത് വരില്ല അല്ലേ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇതൊരു ഷീറ്റ് പോലെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ റബ്ബർ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഉള്ളിൽ നല്ലോണം വെള്ളം പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം നമ്മളിതുപോലെ കമത്തി വെക്കുകയാണെന്ന് വെച്ചാൽ അതിൽ വെള്ളം എല്ലാം വടിഞ്ഞതിന് ശേഷം നമുക്കിത് ഉള്ളിലോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഒരു യൂസാണ് കേട്ടോ. നമുക്ക് സ്റ്റാൻഡിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലൊരു യൂസായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ വെള്ളമൊക്കെ വടിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റാൻഡിലോട്ട് ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ രാത്രിയാകുമ്പോൾ സമയത്ത് നമുക്കിതൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വാരാൻ വേണ്ടി നമുക്കൊന്ന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ആക്കി വെക്കുക കേട്ടോ, ഹാങ് ചെയ്ത് വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്മെല്ല് എന്തെങ്കിലും വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ എപ്പോഴും വൈകുന്നേരം അത് എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് ഹാങ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതും അത്യാവശ്യം വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളി സാധനം തന്നെയാണ് കേട്ടോ. നമുക്ക് സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്പേസ് കുറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അതിൽ വെള്ളമൊക്കെ പോയി നമുക്ക് കാലത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവലിൽ നമുക്ക് എടുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചൊക്കെ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.